നമസ്കാരം. എന്താ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് ചാലക്കുടി മണ്ഡലത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എനിക്കിപ്പോൾ ദിനേശ് വർമ്മയുണ്ട്, വി ജിജയുണ്ട്. ചാലക്കുടി മണ്ഡലം കെ കരുണാകരന്റെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ചാലക്കുടി. കരുണാകരന്റെ മാത്രമല്ല, കരുണാകരന്റെ മകളുടെയും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അനുദിനം ചർച്ച ചെയ്യപ്പെടുന്ന പത്മജ വേണുഗോപാലിന്റെ എൻട്രി ഉണ്ടായിട്ടുള്ള മണ്ഡലമാണ് ചാലക്കുടി. പക്ഷെ അവര് വളരെ ധൈര്യമായി തോൽപ്പിച്ചത് നമ്പാട് മാഷ് 2004 കേരള രാഷ്ട്രീയത്തിലെ VKN. അതെ, തീർച്ചയായിട്ടും. അവിടെ ജയിച്ച് ഇന്നസെന്റ് ഒരു കഥ പറഞ്ഞു ഒരിക്കല്. അപ്പോ ആരോ മുകേഷാണ് പരിപാടി ചോദിച്ചു, നിങ്ങൾക്ക് മന്ത്രി ആവണമെന്ന് ആഗ്രഹമില്ലെന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അതെന്താ, ഈ പ്രധാനമന്ത്രിയായ മതി. അങ്ങനെ ഒരു തമാശ. അതായത് പറയാൻ കാരണമുണ്ട്. അതായത് ഇന്നസെന്റ് MP ആയ സമയത്ത് ആ മണ്ഡലത്തിൽ പുള്ളി ഭയങ്കരമായിട്ട് വികസനം കൊണ്ടുവരാൻ സാധിച്ചു. ഒരു പാർലമെന്റില് ഒരു പക്ഷെ പ്രസംഗിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പക്ഷെ പോരായ്മ ഉണ്ടെങ്കിലും ഈ മണ്ഡലത്തിനകത്ത് ഇപ്പൊ റെയിൽ പദ്ധതികൾ, സ്റ്റോപ്പ്, വണ്ടി, ആളുകൾ ഇപ്പൊ സഹായം, പ്രത്യേകിച്ച് ചികിത്സാ സംവിധാനം ഒരുക്കാൻ വേണ്ടി പുള്ളിയുടെ അനുഭവം വെച്ചിട്ട് പുള്ളി ചെയ്തതാണ്. ആശുപത്രികളിൽ ചികിത്സ എത്തിക്കും, ക്യാൻസർ ട്രീറ്റ്മെന്റ് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യം ആലോചിച്ച ഒരാളാണ് ഇന്നസെന്റ്. പക്ഷെ അത് ആ ഒരു ടൈമിൽ പുള്ളി ശ്രദ്ധിച്ചെങ്കിലും നമ്മളെ മുഖ്യധാര രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇടതുപക്ഷം അവതരിപ്പിച്ചിരുന്ന രണ്ട് രാഷ്ട്രീയക്കാർ, ചാലക്കുടി കോൺഗ്രസിന്റെ വലതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ കുത്തക മണ്ഡലമാണ്. ഈ ബാലാനന്ദൻ ജയിച്ചിട്ടുണ്ടെങ്കിലും വളരെ നടക്കൂല, AP കുര്യൻ നടക്കൂല, പ്രബലർ തോറ്റുപോയ മണ്ഡലമാണ് ഇടതുപക്ഷത്തിന്റെ ഇതിൽ. പിന്നെ പക്ഷേങ്കില് വളരെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ളവരൊക്കെ നോക്കുമ്പോൾ വലിയ പ്രൊഫൈലൊന്നും ഇല്ലാത്ത ലോനപ്പൻ നമ്പാട് മാഷ് ഇവര് സർക്കാരിനെ അട്ടിമറിക്കുകയൊക്കെ ചെയ്യുകയും വലിയ ഇതായിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ തന്റേതായിട്ടുള്ള ശൈലി വിശേഷമാണ് ശ്രദ്ധിക്കും. പൊളിച്ചടുക്കി. അതും എത്ര ലക്ഷം വോട്ടിന് എന്നുള്ളത് നമ്പാട് മാഷിന്റെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതാക്കി വിശ്വസിക്കാൻ പറ്റില്ല, അവിശ്വസനീയം. അതുപോലെ തന്നെ ഇന്നസെന്റ് നമ്പാട് മാഷിന്റെ അതേ ഒരു രാഷ്ട്രീയ സാംസ്കാരിക ധാര പങ്കിടുന്ന സിനിമയിലാണെങ്കിലും ആ സവിശേഷമായ നർമ്മകയില് ഇന്നസെന്റ് ഒക്കെ വരുമ്പോൾ UDF-ഉം ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയായി പോലും പരിഗണിച്ചില്ല. പക്ഷെ വലിയ അട്ടിമറി. അത് പണ്ട് ഈ മുകുന്ദപുരം മണ്ഡലത്തെ കുറിച്ച് പറയാറുണ്ട് നേരത്തെ. അതായത് മുകുന്ദപുരം മണ്ഡലം UDF-ന് അങ്ങനെ കുറെ മലപ്പുറത്തൊക്കെ ചില മണ്ഡലത്തെ പറയുന്നവര്, പക്ഷെ അതെല്ലാം പൊളിച്ച ചരിത്രം അവിടെയാണ്. ഇതിൽ പക്ഷെ വേറെ ഒരു കാര്യം നോക്കുമ്പോഴേ, ഈ 7 മണ്ഡലങ്ങളിൽ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, പിന്നെ കുന്നത്തുനാട്, ഇത് മാത്രമേ LDF-ന്റെ കയ്യിലുള്ളൂ. ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, ചാലക്കുടിയും പെരുമ്പാവൂരും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും LDF വിജയിച്ചിരുന്നതാണ്. അങ്കമാലിയിലും LDF ജയിച്ചിരുന്നതാണ്. അത് ഇതായിട്ട് വന്നു. ആലുവയാണ് കുറച്ചു കാലമായിട്ട് UDF പതിവായിട്ട് ജയിച്ചു വന്നത്. K മുഹമ്മദ് അലി മുതൽ ഇങ്ങോട്ട് UDF-ന്റെ ഒരു പരമ്പരാഗതമുണ്ട്. ബാക്കിയെല്ലാം ലെഫ്റ്റിലോട് കൂടി നിന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കാണേണ്ടതില്ല. ഇതിൽ ഇപ്പോഴെന്താ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാല്, ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന UDF കാൻഡിഡേറ്റിനേക്കാൾ പ്രൊഫസർ C രവീന്ദ്രനാഥ്, അതായത് മാഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആദ്യം കൊടകര, പിന്നീട് പഴയ മണ്ഡലത്തിലെ പുതുക്കാട്, കൊടകര, ഈ 2 മണ്ഡലങ്ങളെ മാറ്റി നിർത്തുക. അതുപോലെ ആ മനുഷ്യന്റെ ഒരു വ്യക്തിത്വം, ശാസ്ത്രാധ്യ പരിഷത്തിന്റെ പ്രവർത്തകനായിട്ട് വരുന്ന മാഷ് പിന്നീട് അധ്യാപകനായി, രസതന്ത്ര അധ്യാപകനായി, രാഷ്ട്രീയത്തിന്റെ രസതന്ത്രം എങ്ങനെയാണ് മാറ്റാൻ പറ്റുക, അതും സാധാരണക്കാരുടെ പക്ഷത്ത് നിന്നുള്ളത്, വേറെ നാട്യങ്ങളും ഒരു ഇതും ഇല്ലാത്ത ഇങ്ങനെയുള്ള ഒരു പ്രൊഫൈലുള്ള ഒരു മനുഷ്യനെ ഇടതുപക്ഷം ഇപ്പോഴും ഇടതുപക്ഷത്തിനെ കുറിച്ച് പറയുന്നത്, ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ ഇറക്കുമതി ചെയ്യും, തെരഞ്ഞെടുപ്പാകുമ്പോൾ വേറെ ജീവികളെ കൊണ്ടുവരും. രവീന്ദ്രനാഥ മാഷെ പോലെ, തൃശ്ശൂർ സുനിൽകുമാറിനെ പോലെ ഇത്തരം ജനകീയ ധാരയിലെ രാഷ്ട്രീയ നേതാക്കളെ UDF ഇത്തവണ ഏതെങ്കിലും ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് രവീന്ദ്ര മാഷ് വന്നിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാലക്കുടിയിൽ കലാഭവൻ മണിന് മണ്ണി കിളിങ്ങുന്നത് പോലെയാണ് UDF കിളിങ്ങും ഇതാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ബെന്നി ബെഹനാനെ പോലുള്ളൊരു ഹെവി വെയിറ്റ് ആണ് UDF-ലെ ഫണ്ട് റൈസറാണ്. കഴിഞ്ഞ പ്രാവശ്യം ബെന്നി ബെഹനാന് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ സമയത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആയി. ആ ഹോസ്പിറ്റലൈസ് ആയത് അവർ പൊളിറ്റിക്കൽ ഉപയോഗിക്കപ്പെട്ടു. രാഹുൽ ഗാന്ധി ഇഫക്റ്റ് ഉണ്ട്. കഴിഞ്ഞ തവണ കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്ന വേറെ സംഭവമാണ്. ചാലക്കുടി മണ്ഡലത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലം UDF-നാണെങ്കിലും വ്യക്തിപ്രഭാവത്തെ അംഗീകരിച്ച ഒരു ചരിത്രം എല്ലാ കാലത്തും. നേരത്തെ ജിജ പറഞ്ഞു, രവീന്ദ്രൻ മാസ്റ്ററെ ഒരു വ്യക്തിത്വം അവിടെ വലിയ ഒരു സ്വാധീന ഘടകം. രണ്ടാമത്തെ ഘടകം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം.
അത് നമ്മളീ പറയുന്ന പോലെ അങ്കമാലി, പെരുമ്പാവൂർ, ആലുവ, കുന്തളാടൊന്നും ഈ പറയുന്നത് ഒരു ഒരേ ശ്രേണിയിൽ പോകുന്ന ഇതായിരിക്കില്ല വോട്ടിംഗ് പാറ്റേൺ. അതായത് ഇപ്പോഴത്തെ CA വിഷയം, SDPI ബന്ധം, മണിപ്പൂർ വിഷയം, ഇത് മൂന്നും നന്നായിട്ട് ബാധിക്കുന്നു. അതായത് മധ്യ തിരുവിതാംകൂറിന്റെ ഒരു ബെൽറ്റ് ആയിട്ടുള്ള ഏറ്റവും ഹാർഡ്കോർ ആയിട്ടുള്ള മണ്ഡലത്തിലേക്ക് വരുന്നത് കൾച്ചറലി ഭയങ്കര ഡിഫറൻസ് ഉള്ള സ്ഥലം. കാരണം ഇങ്ങേയറ്റം കൊടുങ്ങല്ലൂർ തൊട്ട് അങ്ങേയറ്റം പെരുമ്പാവൂർ ഏതാണ്ട് ആലുവ, അതായത് ആലുവ എറണാകുളത്തിന്റെ വെളിപ്പാടെങ്കിലാണ് സിറ്റി, ആലുവ നഗരം പോലെ തന്നെ മെട്രോ, അങ്ങനത്തെ ഒരു വളരെയധികം വൈവിധ്യങ്ങളുള്ള ഒരു മണ്ഡലമാണ് ഇവിടെ. ശരിക്കും മലയോരമുണ്ട്, തീരപ്രദേശത്തിന്റെ തീരമുണ്ട്. കേരളത്തിന്റെ പ്രളയം ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ്. ആ സമയത്ത് രവീന്ദ്രനാഥ് മാഷ പോലെയുള്ള ആൾ എങ്ങനെയാണ് ആ പ്രളയകാലത്ത് ഒരു മന്ത്രി ഇറങ്ങി വന്നതെന്നുള്ള ജനങ്ങളെ ഹൃദയത്തിലേക്കാണ് മാഷയുടെ സ്ഥാനം ഉള്ളത്. ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസം യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന IPS ഓഫീസർ മന്ത്രി VS സുനിൽകുമാറിനെയും മന്ത്രി രവീന്ദ്രനാഥിനെയും എങ്ങനെയായിരുന്നു ഇവർ പ്രളയകാലത്ത്, അദ്ദേഹത്തിനായിരുന്നു അവിടെ ചുമതല, ഇവർ ഇറങ്ങി പുറപ്പെടുകയും പിന്നീട് മാടിക്കെട്ടി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഈ തൊട്ടടുത്തുള്ള ഇതാണെങ്കിൽ രവീന്ദ്ര മാഷിന്റെ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പല മുണ്ട് മടക്കി കുത്തി എന്ന് പറയും. ഞാൻ കണ്ണൂർ ഭാഷയിൽ മടക്കി കുത്തി ഇറങ്ങും. അതായത് മുഖ്യമന്ത്രി ചോദിച്ചല്ലോ നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇറങ്ങിയിട്ടില്ല, എല്ലാ മന്ത്രിമാരും ഇറങ്ങിയിരുന്നു. അതിലുള്ള ഒരു കഥാപാത്രമാണ് രവീന്ദ്രനാഥ്. അല്ല, അത് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ അവിടുത്തെ അവിടുത്തെ വോട്ടർമാര് ഇത് കൃത്യമായി കാണുന്നുണ്ട്. അപ്പൊ ബെന്നി ബെഹനാന്റെ ആളുകളുടെ ഇടയ്ക്ക് പരാതി പറഞ്ഞു വെച്ചാൽ നമ്മുടെ കൂടെ ആൾക്കാർ ഇറങ്ങുന്നില്ല എന്നൊരു പരാതി ഈ UDF പക്ഷത്ത് നിന്ന് പറയുന്നത്. കാരണം ബെന്നി ബെഹനാൻ അവിടെ 5 കൊല്ലം MP ആയിരുന്നു എന്നുള്ളത് എന്തെങ്കിലും ഒരു സാന്നിധ്യം അറിയിച്ചിട്ടില്ല. വലിയ നേതാവാണെന്നൊക്കെ അവര് പറയുന്നുണ്ടെങ്കിലും ആ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാർലമെന്റിൽ എന്താ സംസാരിച്ചിട്ടുള്ളത് ബെന്നി ബെഹനാൻ? അതേസമയം പ്രൊഫസർ രവീന്ദ്രനാഥിനെ എടുത്തു നോക്ക്. പുതുക്കാട് നിന്നും കൊടകരയിൽ നിന്ന് MLA ആയി, രണ്ടാമത്തെ തവണ MLA ആയപ്പോൾ മന്ത്രിയായി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം 1957 ശേഷം ഇങ്ങനെ അടിമുടി മാറ്റുന്നത് LDF സർക്കാരിന്റെ ദിശാബോധത്തോടെയുള്ള നയമാണ്. പക്ഷെങ്കിൽ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു മന്ത്രി കേരളത്തിലെ എല്ലാ സ്കൂളുകളെയും ഇങ്ങനെ സമഗ്രമായിട്ട് ഹൈടെക് ആക്കുകയും സൂപ്പർ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തതിൽ ഉണ്ടായിട്ടുള്ള ഭാവനയുള്ള ഒരു മന്ത്രി ചെന്നാൽ ഒരു സംശയം വേണ്ട, കേരളത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. അത് ഏത് വിഷയം, ന്യൂനപക്ഷങ്ങളുടെ കേസായിക്കോട്ടെ, BJPയുടെ നയങ്ങളായിക്കോട്ടെ, കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ പറ്റിയ ഒരു പ്രതിനിധി എന്നുള്ള എനിക്ക് മാഷെ നമ്മൾക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ തിരിച്ച് പൊതുവിദ്യാലയങ്ങളിൽ കൊണ്ടുപോകുന്നതിന് നേതൃത്വം കൊടുത്തൊരു മനുഷ്യനാണ്. മാത്രമല്ല അവിടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും മാഷിന്റെ ഒരു കയ്യൊപ്പ് വെച്ചിട്ടുണ്ട്, എല്ലാ വിദ്യാലയങ്ങളിലും. അതാണ് ഇവിടെ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ സിമ്പിൾ ആണ്, മറ്റാണ്. മാർക്ക് അങ്ങനെ ബിൽഡപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോഴും പറയുന്ന സ്മാർട്ട് ന്യൂജൻ കക്ഷികൾ പറയുന്നത് അദ്ദേഹം പഴയ ഫോണെ ഉപയോഗിക്കുന്നുള്ളതാണ് ഇപ്പൊ അവരാകെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. ഇപ്പൊ സൈക്കിൾ തുടക്കുന്ന ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഇതൊന്നും മാഷ് ബിൽഡപ്പ് ചെയ്യേണ്ട സാധനമല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എത്ര കൊല്ലമായിട്ട് കോളേജിൽ പഠിപ്പിക്കാൻ പോയിക്കൊണ്ട് സൈക്കിളിലായിരുന്നു. അല്ല, മാഷക്കൊരു പാരിസ്ഥിതിക രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ നാളെ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ സമൂഹവും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാഷ്ട്രീയം തന്നെയാണ് പാരിസ്ഥിതികമായിട്ട് മാഷ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയത്ത് ഈ ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത് നേരത്തെ കേരള രാഷ്ട്രീയത്തിലെ വലിയ ഇതാണെങ്കിലും തൃക്കാക്കര സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പുനരധിവസിപ്പിക്കുക ചെയ്ത ചാലക്കുടിയിൽ. അതേസമയത്ത് രവീന്ദ്രനാഥ് മാഷ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് സ്വയം മാറി നിൽക്കുന്നു. ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി ആവശ്യപ്പെട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. കത്തോലിക്ക സഭയ്ക്ക് അത്യാവശ്യം സ്വാധീനമുള്ള മേഖലയാണ് ഇത്. ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്താണൊക്കെ. പിന്നെ പേരിനാണെങ്കിൽ 2020 ഉണ്ട്. ഈ ഇവിടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി BJPയുടെ മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് പരിസര മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അത്ര വലിയ പ്രൊഫൈലുള്ള തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഈ പ്രവർത്തകരടക്കം തൃശ്ശൂരിലേക്ക് മാറി പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഈ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മേഖലകളുണ്ട് അവിടെ. തീർച്ചയായിട്ടും പെരുമ്പാവൂരുണ്ട്, അങ്കമാലിയുണ്ട്, ബിഷപ്പ് തന്നെ രൂപതയുടെ കീഴിൽ വരുന്ന പള്ളികളിലെല്ലാം ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടു. അത് പ്രതികരിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതികരണം മാഷ അവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് തന്നെ
തന്നെയായിരിക്കും ആ വോട്ട് ഒഴുകുക എന്നുള്ള യാതൊരു സംശയവും വേണ്ട. ജനകീയാസൂത്രണത്തിന്റെ കാര്യത്തിൽ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിലെ നവീകരണത്തിൽ, കേരളത്തിൽ ഒരു ശാസ്ത്രീയ സമൂഹം വളർത്തിയെടുക്കുന്നതിൽ, പിന്നെ ഒരു അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ, മന്ത്രി എന്നുള്ള രൂപത്തിൽ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ, ഇങ്ങനെ ബഹുമുഖമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുക എന്ന് പറയുന്നത്, ചാലക്കുടിന്റെ ഇതിൽ പി ഗോവിന്ദപിള്ള പോലെയും എം ശ്രീധരൻ പോലെയുള്ള ആളുകളെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും അതിനെയൊക്കെ തിരുത്തുകയായിരിക്കും. ചാലക്കുടി അതിന്റെ ചരിത്രം വീണ്ടും തിരുത്താൻ. ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് MLA ആയ ആദ്യ വർഷം 2001 കൊടകരയിലെ MLA ആദ്യം ഉള്ളത്. ആ സമയത്ത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഞാൻ മാഷോടെ വെറുതെ ബസ്സിൽ കയറി. KSRTC ബസ്സിലാണ് ഈ മണ്ഡലത്തിലേക്ക് പോകുക. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മാഷ അടുത്തിരുന്ന് ഞാൻ സംസാരിച്ചു. അപ്പൊ മാഷോട് ചോദിച്ചു, മാഷ് ഇപ്പൊ MLA ആയല്ലോ, മാഷ് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. മാഷ് പറഞ്ഞു, കൊടകര മണ്ഡലത്തിൽ ആ മണ്ഡലത്തിന്റെ ബൈഹാർട്ടാണ്, ഏതെല്ലാം ജനത എവിടെ എല്ലാം ഉണ്ട്, ആദിവാസികൾ താമസിക്കുന്നുണ്ട്, അങ്ങോട്ടുള്ള കോളനി ഷിഫ്റ്റ് ചെയ്യണം, റോഡുകൾ, കൃഷി, അവിടെ ഒരുപാട് നെൽകൃഷിയുള്ള സ്ഥലമാണ്, കൃഷിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെങ്ങനെ ഫണ്ട് കണ്ടെത്തും, ഇത് പൂൾ ചെയ്യും, ഒരുപാട് ഫണ്ട് പല ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൂൾ ചെയ്തിട്ട് ആവശ്യങ്ങൾ നിർവഹിക്കും എന്ന് മാഷ് ഈ പുതുക്കാട് വരെ ബസ്സിൽ ഇറങ്ങുന്നവരെ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പിന്നീട് മാഷ് രണ്ടാമത്തെ മത്സരിക്കാൻ നേരത്ത് വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കി. മാഷ് ഒരു കുറിപ്പ് ഇറക്കിയിരുന്നു, എന്തൊക്കെ ചെയ്തു, ഈ പറഞ്ഞ കാര്യം മുഴുവൻ മാഷ് ചെയ്തു. അതുപോലെ ഞാൻ ഈ പിന്നെ കോടാലി എന്ന് പറഞ്ഞപ്പോ അതൊരു വീട്ടുപേര് പോലെ, കോടാലി ശ്രീധരന്റെ ഹവാലായി കേട്ടിട്ട്, കോടാലിയിൽ അവിടെ ഒരു ശ്രീധരനേക്കാളും ഇനിയിപ്പം കോടാലി അറിയപ്പെടുന്നത് കോടാലിയിലെ സ്കൂളിന്റെ പേരിലാണ്. ആ സ്കൂളിന് ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ പോയാൽ മതി. ഒരിക്കൽ കൂടി നമുക്ക് വിദ്യാലയത്തിലേക്ക് തിരികെ ചെല്ലണം എന്നുള്ള കവിത എല്ലുന്നതിനേക്കാളും ഇതായിട്ട് അങ്ങനെ മാറ്റങ്ങൾ അടിമുടി ഉണ്ടാക്കാൻ പറ്റുന്നില്ലത്. അത് പ്രതിഫലിക്കാതിരിക്കാൻ പറ്റില്ല കേരളത്തിലെ ഒരു ഇലക്ഷനിൽ. ഭാവനയുള്ള ആളുകൾ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ ധാരയിൽ നിരനിരയായിട്ട് ഇടതുപക്ഷം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ചാലക്കുടി മണ്ഡലത്തിൽ തീർച്ചയായിട്ടും രവീന്ദ്രനാഥ് മാഷുടെ ഒരു സാന്നിധ്യം LDF പ്രവർത്തകരെ വളരെയധികം ഉത്തേജിതരാക്കിയിട്ടുണ്ട്. മാത്രമല്ല ബെന്നി ബെഹനാന്റെ ഒരു നിഷ്ക്രിയത്വം, ബെന്നി ബെഹനാനും രവീന്ദ്രനാഥ് മാഷെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വലിയൊരു വ്യത്യാസം. അതായത് കഴിഞ്ഞ 5 വർഷത്തില് ബെന്നി ബെഹനാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബെന്നി ബെഹനാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇതായിട്ടുണ്ട്? ബെന്നി ബെഹനാൻ അവസാനം ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞതെന്ന് പറഞ്ഞത് കേരളത്തിന്റെ സമ്പദ്ഘടനയായി ബന്ധപ്പെട്ട വിഷയം, അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന ചാലക്കുടി മണ്ഡലത്തിലെ ഏത് വോട്ടറെ സംബന്ധിച്ചും സ്ഥാനാർത്ഥികളുടെ ഒരു താരതമ്യം പ്രധാനമാണ്. സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ ഉയർന്നു നിൽക്കുന്നത് രവീന്ദ്രനാഥ് മാഷ് തന്നെയായിരിക്കും. കാരണം ഭരണാധികാരി എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം, ജനങ്ങളോടുള്ള ഇടപെടലുകളുടെ ഒരു ലാളിത്യം, ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത, ഇതൊക്കെ മാഷിന്റെ വിജയത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ കഥ കണ്ട മുഴുവൻ പേർക്കും നന്ദി.